കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപകൻ PS വാര്യരുടെ ജീവിതം നാടകമാകുന്നു. കോവിഡ് കാലത്ത് അരങ്ങു കാണാതെ പോയ സ്ഥാപകൻ എന്ന നാടകം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തട്ടിൽ കയറുകയാണ്. ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ അടക്കം 30ഓളം നടീനടന്മാർ നാടകത്തിൽ വേഷമിടുന്നുണ്ട്. ഒരു റിപ്പോർട്ട്. സംഗീത ശാകുന്തളം, പ്രഹ്ലാദ ചരിതം, നല്ല തന്താൾ ചരിതം, പാതുക പട്ടാഭിഷേകം തുടങ്ങി PS വാര്യർ 42 സംഗീത നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്നാൽ ഏറെ സാർത്ഥകമായ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നാടകം ഒരുക്കുന്നത് ഇതാദ്യമാണ്. ആര്യവൈദ്യശാല ധർമാശുപത്രി 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് മാർച്ച് 3, 4 തീയതികളിൽ വൈകിട്ട് കൈലാസ മന്ദിരാങ്കണത്തിൽ സ്ഥാപകൻ എന്ന നാടകം അരങ്ങേറുന്നത്. മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ അടക്കം 30ഓളം നടീനടന്മാർ നാടകത്തിൽ വേഷമിടുന്നുണ്ട്. ഇവരെല്ലാവരും ആര്യവൈദ്യശാലയിലെ വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. 75 വയസ്സ് വരെ ജീവിച്ച PS വാര്യരുടെ രാഷ്ട്രീയ, സാമൂഹിക, കലാവൈദ്യ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് നാടകം കടന്നുപോകുന്നത്. PS വാര്യർക്ക് ചരിത്രത്തിലുള്ള സ്ഥാനം രേഖപ്പെടുത്താനാണ് നാടകത്തിലൂടെ ശ്രമിക്കുന്നതെന്ന് രചന നടത്തിയ സാഹിത്യ നിരൂപകൻ കൂടിയായ EP രാജഗോപാലൻ പറഞ്ഞു. ഇന്ത്യക്കാരെയും ആയുർവേദം പോലുള്ള തനത് ചികിത്സാ രീതികളെയും വില കുറിച്ച് കണ്ട ബ്രിട്ടീഷുകാർക്കെതിരെ ചികിത്സയിലൂടെയും കലാപ്രവർത്തനത്തിലൂടെയും മറ്റും പ്രതിരോധം തീർത്ത വ്യക്തിയാണ് വാര്യർ. വൈജ്ഞാനികനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ അദ്ദേഹത്തെ കൃത്യമായി അടയാളപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ അടിസ്ഥാനമാക്കിയുമാണ് നാടകത്തിന്റെ കഥ പുരോഗമിക്കുന്നത്. സങ്കല്പ നായകൻ എന്നതിലുപരി ചരിത്രകാരനായ വാര്യരെയാണ് നാടകത്തിലൂടെ കാണാൻ കഴിയുകയെന്നും നാടകത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും 2 ദിവസങ്ങളിലായി അരങ്ങേറുന്ന നാടകത്തിനു പുറമെ മറ്റു വേദികളിലേക്ക് നാടകം എത്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ M5 ന്യൂസിനോട് പറഞ്ഞു. ചാരിറ്റബിൾ ഹോസ്പിറ്റലിൻ്റെ ധർമാസ്പത്രിയുടെ 100ാം വാർഷികമാണ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ നാടകം, അദ്ദേഹത്തിനെ കുറിച്ചുള്ള നാടകം അവതരിപ്പിക്കാൻ തീർച്ചയാക്കി അതിൻ്റെ റിഹേഴ്സലുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും PS വാര്യരുടെ ജീവിതത്തിലെ നാഴികക്കല്ലുകളായിട്ടുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അത് മാർച്ച് 3, 4 തീയതികളിലായിട്ട് 2 ദിവസവും ഇത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുമാത്രമല്ല, ഇത് ഓൺലൈനായിട്ടും ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ശ്രീ ഹരിദാസാണ് ഇതിൻ്റെ ഡയറക്ടർ. ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരും ആര്യവൈദ്യശാലയുടെ ജീവനക്കാരാണ്. കോവിഡിന്റെ മുൻപ് നാടകത്തിന്റെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും അന്ന് നടക്കാതെ പോയ നാടകത്തിൽ നിന്നും പലരും കൊഴിഞ്ഞുപോയെന്നും വീണ്ടും ശ്രമമെടുത്താണ് നാടകം അരങ്ങിലെത്തുന്നതെന്നും സംവിധാനവും രംഗപാഠവും നിർവഹിക്കുന്ന EV ഹരിദാസ് പറഞ്ഞു. PS വാര്യരുടെ ദർശനം എന്ന് പറയുന്നത് ഏത് കാലത്തിനെയും അതിജീവിക്കുന്നതാണ്. അപ്പം ഒരു പ്ലേ അങ്ങയുടെ ജീവിതത്തിനെ വെച്ചിട്ട് ഒരു പ്ലേ ഏത് കാലത്ത് ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല. ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് ആര്യവൈദ്യശാല ഒരുപാട് ആ ജീവിതം ഇങ്ങനൊരു പ്ലേ ആയിട്ട് വരാൻ ആര്യവൈദ്യശാല ഒരുപാട് സമയമെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് ഏത് കാലത്ത് ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു വിഷയമില്ല. ഏത് കാലത്തെയും ഇപ്പം കൊറോണ എന്ന് പറയുന്നൊരു പാൻഡമിക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിന് ശേഷമാണ് അതിൻ്റെ ആഫ്റ്റർ കൊറോണയാണ് ഈ പ്ലേ വരുന്നത്. പക്ഷേ അതിന് മുന്നേ ഒരുപാട് വിഷൂചിക പോലെയുള്ള ഒരു കാലഘട്ടത്തിൽ PS വാര്യർ ഇടപെട്ടാണ് സമൂഹത്തിൽ. അപ്പോൾ ആ കാലഘട്ടം ഒരിക്കലും മാറുന്നില്ല. പല മേഖലകളിൽ നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന്റെ ജീവിതം പറയുക എന്നത് ഏറെ ശ്രമകരമാണെന്നും ഒട്ടേറെ ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ഹരിദാസ് കൂട്ടിച്ചേർത്തു. മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ നാടകത്തിന്റെ തുടക്കത്തിലും അവസാന ഭാഗത്തുമായാണ് അരങ്ങിലെത്തുന്നത്. PS വാര്യരുമായി അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗവും ആര്യവൈദ്യശാല തിരുവനന്തപുരം ശാഖയിലെ ഡോക്ടറുമായ P ജയദേവനാണ്. മറ്റു 2 പേർ കൂടി വാര്യരുടെ വേഷമണിയുന്നുണ്ട്. അനിൽ തച്ചണ്ണ, മധു കോട്ടൂർ എന്നിവർ രംഗപടവും PP ജയൻ പശ്ചാത്തല സംഗീതവും അരിയല്ലൂർ സുബ്രഹ്മണ്യനാണ് ചമയവും ഒരുക്കുന്നത്. ചന്ദ്രൻ കരുവാക്കോട്ട്, ഗോവിന്ദരാജ് വെള്ളിക്കോത്ത്, അഭിജ്വാല, മനു നടക്കാവ്, സ്വരാഗ് തുടങ്ങിയവരും അണിയറയിലുണ്ട്. കൾച്ചറൽ കമ്മിറ്റി കൺവീനർ ഡോക്ടർ TS മാധവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നാടകം അരങ്ങിലേക്ക് എത്തിക്കുന്നതിനുള്ള അവസാനഘട്ട മിനുക്കുപണിയിലാണ്. M5 ന്യൂസ്, മലപ്പുറം.